അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തിന്മകളിൽ നിന്ന് തിന്മകളുണ്ടാകും, നന്മകളിൽ നിന്ന് നന്മകളുണ്ടാകും. നമുക്കെല്ലാവർക്കും നമ്മുടെ അനുഭവത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയൊക്കെ പിന്തുണയുള്ളൊരു കാര്യമാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മ സാഗു അസാഖല്ലാഹു ഖുലൂബഹും, അവർ തെറ്റിപ്പോയി, അപ്പോൾ അവരുടെ ഹൃദയങ്ങളെ നാം തെറ്റിച്ച് കളഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ തിന്മകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും വീണ്ടും വീണ്ടും തിന്മകളിലേക്ക് എത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതേസമയം ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ്. തഖ്വയോടുകൂടെ സൂക്ഷ്മതയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നേരായ വഴി കാണിച്ചു കൊടുക്കും, വീണ്ടും നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കും എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് നൽകുന്ന ഒരാശയമാണ്. സത്യത്തിൽ ഇത് ഓർമ്മ വരാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഒരു സഹോദരൻ തൻ്റെ ഭാര്യയെ നിരന്തരമായി ഒന്നും തിരിച്ചു പറയാൻ അറിയാത്ത രൂപത്തിൽ അടിമയായി യാതൊരു സ്വാതന്ത്ര്യവും നൽകാതെ എന്ത് ചെയ്യുന്നുണ്ട്, അടക്കി ഭരിക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ വെറുത്തുപോയി. സ്വാഭാവികമായും ഈ ഒരു വാപ്പ എന്തിനാണ് വരുന്നത്, എന്തിനാണ് ഈ പിതാവ് എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് അവർ മാനസികമായി മാറി. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? സത്യത്തിൽ ഒരിക്കലും തൻ്റെ ഭാര്യ അറിയാൻ പറ്റാത്ത, തൻ്റെ കുടുംബം അറിയാൻ പറ്റാത്ത തിന്മകളെ അദ്ദേഹം തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. അശ്ലീലമായ വീഡിയോസ് കാണുന്നു, അതേപോലെ തന്നെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു, ലഹരി ഉപയോഗിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനെതിരെ ഒരു ചോദ്യം ചെയ്യൽ തൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ അവരെ പേടിപ്പിച്ച് നിർത്തുക, വിറപ്പിച്ച് നിർത്തുക. അതാണ് അതിനുള്ളൊരു പരിഹാരം. ഇതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് നമ്മൾ ഒരു തെറ്റായ ജീവിത രീതിയിലേക്ക് സമ്പൂർണ്ണമായി നമ്മൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യത്തിൽ സൂക്ഷിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും മാരകമായ കുറ്റങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ്, അങ്ങനെ ക്രമേണ നമസ്കാരം അടക്കമുള്ള നല്ല കാര്യങ്ങളെന്ന് പിൻവാങ്ങും. അതേപോലെ ഇത്രയും ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചെയ്യുമ്പോൾ ഇതിലും താഴെയുള്ള ചെറുതായ തെറ്റുകൾ എന്തിനു ചെയ്യാതിരിക്കണം എന്ന് മാനസികാവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഈ തെറ്റുകളെ മറച്ചു വയ്ക്കാൻ നിരന്തരമായ തെറ്റുകൾ നുണ പറയേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ പല വഴികളും ഇതിനെ കണ്ടെത്തേണ്ടി വരും. ഓരോ തെറ്റായ മാർഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ തെറ്റുകളിൽ തുടരാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതം ആ തെറ്റുകളിൽ മാത്രം പരിമിതമാകില്ല, വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ തെറ്റുകളും പാപങ്ങളൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് നിരോധിക്കുന്നതിന് പിന്നിൽ വളരെ വലിയ യുക്തിയുണ്ട്. നമ്മൾ അപകടങ്ങളിലേക്ക് പോകുന്നതിനെയാണ് ഈ തടസ്സപ്പെടുത്തുന്നത്. എവിടെയെല്ലാം നോ പറയുന്നുണ്ടോ ആ നോ പറയുന്നിടത്തെല്ലാം, വേണ്ടെന്ന് പറയുന്നിടത്തെല്ലാം നമുക്ക് ഗുണങ്ങളുണ്ടായിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ വൺ വേ ആയിട്ടുള്ള ഒരു റോഡിൽ ഇവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചാൽ നമുക്കതായിരിക്കും പ്രവേശിക്കാൻ എളുപ്പമുണ്ടായിരിക്കുക. ഒരു പക്ഷേ ആ നോ എൻട്രി എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മൾ കയറുന്നില്ലെങ്കിൽ നമ്മൾ വളരെയധികം വളഞ്ഞ് തിരിഞ്ഞ് വേറെ വഴിക്ക് നമ്മൾ വരേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിലൂടെ കയറാൻ തീരുമാനിച്ചാലോ, അതിലാരും വരില്ലെന്നുള്ള ഉറപ്പോടുകൂടെ അവിടെ നിന്ന് വേറെ വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും. എത്ര അപകടകരമായിരിക്കും നോക്കും നിങ്ങൾ. ചുവപ്പ് കത്തിയ ഒരു സിഗ്നലിനെ നമ്മൾ മുറിച്ച് കടക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടായിരിക്കുക? ചുവപ്പ് കത്തി പിന്നെ ആരും വരില്ല എന്നാണ് ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുക. അവരങ്ങനെ ആയിരിക്കും വണ്ടി എടുക്കേണ്ടായിരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? നോ പറയുന്നിടത്ത് നമ്മൾ നിൽക്കണം. നോ പറയുന്നിടത്ത് നമ്മൾ നിന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അള്ളാഹു നോ പറഞ്ഞതും ഉഹില ലക്കുമോ തൊയ്യബാത്താണ്, നല്ലത് അള്ളാഹ് അനുവദിച്ചു, ചീത്തയെ അള്ളാഹു വിരോധിച്ചു. ഇപ്പോൾ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത, നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അപകടങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന കാര്യങ്ങളെയാണ് അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്. അത്തരം തിന്മകളെയൊക്കെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ തിന്മകളിലേക്ക് പോകേണ്ടി വരും. അത് നാളെ പരലോകത്ത് ഭയാനകമായ നരകത്തിലേക്ക് എത്തിക്കുവാൻ കാരണമാകും എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം ഇരുത്താനും തിന്മകളിൽ നിന്ന് മടങ്ങാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.